ഹലോ എവ്രി വൺ, ഇന്നൊരു സൺ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ലേസി ഡേ ആയതുകൊണ്ട് തന്നെ പതുക്കെയൊക്കെയാണ് എണീറ്റത്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു സഞ്ചാരം കാണും. അതൊരു പ്രത്യേക ഫീലാണ്. പിന്നെ പുറത്ത് നല്ല അടിപൊളി മഴയായിരുന്നു. അങ്ങനെ കുറേ നേരം ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റിലോട്ടൊക്കെ കടന്നു. ഞങ്ങൾ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കൂടെയാണ് കഴിച്ചത്. പിന്നെ ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു, കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പതുക്കെ പോവാണ്. ഇതുണ്ട്, സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ട് എൻ്റെ പിമ്പിളൊക്കെ കുറഞ്ഞു, പക്ഷെ ഒത്തിരി പാടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി ലൈമൊക്കെ കുടിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. അതിനുശേഷം കുറേ സ്നാക്ക് ഐറ്റംസൊക്കെ മേടിച്ചു. ഇത് കണ്ടോ, നല്ല മഴ, പച്ചക്കടല, പേളിമണി, ആഹാ അന്തസ്. അങ്ങനെ ഞങ്ങൾ പേളിമണിയുടെ ഈ ഒരു സെഷനൊക്കെ ഇങ്ങനെ കണ്ടു. ഇത് കണ്ടോ, നിങ്ങൾ ഈ ഒരു ഡയറി മിൽക്കിൻ്റെ ബ്രൗണി കഴിച്ചിട്ടുണ്ടോ? ഞാൻ ലേറ്റസ്റ്റായിട്ട് കഴിച്ചാണ്, പക്ഷേ എനിക്ക് ഒരു വല്ലാത്ത കോമ്പിനേഷൻ. ഡയറി മിൽക്കിന് ഒരുപാട് കോമ്പിനേഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് എനിക്ക് ഒട്ടും താല്പര്യം തോന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒട്ടും ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ടാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് അതിനുശേഷം ലഞ്ച് പ്രിപ്പറേഷൻസിലോട്ടൊക്കെ കടന്നു. ഇന്ന് ചിക്കൻ കറിയും പുളിശ്ശേരിയും ചോറും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ ചിക്കൻ കറി എന്ന് പറയുന്നത്, ചിക്കൻ കറി മാത്രമല്ല നോൺ വെജസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടേസ്റ്റിയാണ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പുറത്തുനിന്ന് ഏത് കടയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാലും വീട്ടിൽ അമ്മ വയ്ക്കുന്ന ചിക്കൻ്റെയും ഞണ്ടിൻ്റെയും കൊഞ്ചിൻ്റെ ഒന്നും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ചോറും ആ ഒരു ചൂട് ചിക്കൻ കറിയും പിന്നെ പുളിശ്ശേരിയാണ് കൂടെ ഉണ്ടായിരുന്നത്. പുളിശ്ശേരി ഞങ്ങളൊരു കള്ളത്തരത്തിൽ വെക്കുന്ന കറിയാണ് കേട്ടോ. ഇച്ചിരി പെട്ടെന്നൊരു തട്ടിക്കൂട്ടായിട്ട് വെക്കുന്ന ഒരു പ്രത്യേക തരം പുളിശ്ശേരിയാണ്. പുളിശ്ശേരിയുടെ ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് എല്ലാവരും വെക്കുന്നത് പോലുള്ളൊരു പുളിശ്ശേരിയല്ല. ഇച്ചിരി വേണമെങ്കിൽ ഒരു മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പ്രത്യേക തരം പുളിശ്ശേരിയാണ്. അങ്ങനെ ചോറും പുളിശ്ശേരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞ് കഴിച്ചതെല്ലാം എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് അമ്മയുടെ ഒരു ഡാൻസ് പതിവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കേക്ക് ബേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഞാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. പക്ഷേ ഇന്നേ വരെ നല്ലൊരു കേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കേക്ക് ഫ്ലോപ്പായി പോകും. ഈ പ്രാവശ്യം ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടൊരു പ്രത്യേക രീതിയിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഉണ്ടാക്കിയത്. ഈ കേക്ക് എന്നിട്ട് ഒരു പീസ് മുറിച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. ചുമ്മാ എക്സ്പ്രഷൻ ഇടുന്ന ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. പുഴുങ്ങിയ കേക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പേര് കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്ളോഗ് എടുക്കുമ്പോഴാണ് നമ്മൾ എത്ര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാവുന്നത് കേട്ടോ. എത്രയും ഫുഡ് നമുക്ക് ഒരു ദിവസത്തേക്ക് ദൈവം തരുന്നു എന്നുള്ളത് ശരിക്കും അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.